ക്രിസ്മസ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹദായകമായൊരു ദിവസമാണ്. ഈ ഒരുക്കത്തിൽ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളോടെ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വിശുദ്ധ ബൈബിളിലുടനീളം 2 വ്യക്തികളെയാണ് ധീരരെന്നും ശക്തരെന്നും വിശേഷിപ്പിക്കുന്നത്. ഒന്ന് പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകൻ, മറ്റൊന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്ന സ്നാപക യോഹന്നാൻ. ഇന്നത്തെ സുവിശേഷം സ്നാപക യോഹന്നാൻ്റെ ധീരമായ പ്രസംഗത്തെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതായത് അവിടെ ഒരു ഉപരിപ്ലവമായ ലാംഗ്വേജോ ഭാഷയോ അല്ലെങ്കിൽ ആലങ്കാരികതയോ ഒന്നുമില്ലാതെ തന്നെ തനിക്ക് പറയാനുള്ളത് ചങ്കൂറ്റത്തോടെ തൻ്റെ ഇടത്തോടെ ധീരതയോടെ പറയുന്ന സ്നാപക യോഹന്നാൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതിനുവേണ്ടി നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്നുള്ളത്. ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. 25 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ നോമ്പും പ്രായശ്ചിത്തവും തപസ്സും ഈ ഒരു മഹാധ്യാനത്തിൻ്റെ ഒരുക്കത്തിലേക്ക്, സ്വർഗരാജ്യ സമീപനത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ നയിക്കുമ്പോൾ ഈ സ്നാപക യോഹന്നാൻ്റെ ഈ വാക്കുകളെ ഉൾക്കൊള്ളേണ്ടത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. റിപ്പൻറ്റൻസ്, അതാണ് അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക്. അതായത് മനസ്തപിക്കുക, പശ്ചാത്തപിക്കുക. റിപ്പൻറ്റൻസിന് മറ്റ് 4 സികൾ കൂടുന്ന അർത്ഥം കൂടെ കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്ററായ സി 4 മീനിങ് നൽകുന്ന, 4 അർത്ഥങ്ങൾ നൽകുന്ന കാര്യങ്ങൾ. ഒന്നാമതായിട്ട് കോംപ്രിഹെൻഷൻ എന്ന് പറയും, മറ്റൊന്ന് കൺവിക്ഷൻ എന്ന് പറയും, 3ാമത് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയും, 4ാമത് ചർച്ച് എന്ന് പറയും. അപ്പോൾ ആദ്യത്തേക്ക് വരുമ്പോൾ എന്താണ് കോംപ്രിഹെൻഷൻ? ധാരണ, അച്ചടക്കം, അല്ലെങ്കിൽ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുള്ള ശക്തി. നമ്മുടെ തെറ്റുകളെയും പാപങ്ങളെയും നമ്മുടെ ജീവിതാവസ്ഥയെയും കുറിച്ച് കൃത്യമായ ധാരണയും അതിനെക്കുറിച്ചുള്ള ബോധ്യവും ഉണ്ടാകുന്നൊരു വ്യക്തിക്ക് സ്നാപക യോഹന്നാൻ പറഞ്ഞ ആ തിരിച്ചറിവുണ്ടാകേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് കൺവിക്ഷൻ, ബോധ്യത്തോടെ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ഒരു ചിന്തയും ആഗ്രഹവും. താൻ നിൽക്കുന്നത് എവിടെയാണെന്നും തൻ്റെ ലൈഫ് ഇനി എങ്ങനെ കൊണ്ടുപോകണമെന്നും കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള വ്യക്തിക്ക് സ്വർഗരാജ്യ ആ സമീപനത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കുന്നതിലേക്കൊക്കെ കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന് കമ്മിറ്റ്മെൻ്റാണ്. രണ്ടും കടന്നുപോയ വ്യക്തിക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കുന്നതിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അത് ബ്ലോക്കായിട്ട് മാറുന്നില്ല. പിന്നെയോ പൂർണ്ണമായ ശക്തിയോടെ, സന്തോഷത്തോടെ തൻ്റെ ജീവിതത്തിൻ്റെ കർത്തവ്യം മനസ്സിലാക്കിക്കൊണ്ട് പരിപൂർണമായിട്ടും തന്നെ സമർപ്പിച്ച് ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായിട്ട് അദ്ദേഹം മാറുന്നു. മറ്റൊന്ന് 4ാമതായിട്ട് പറയുന്നത് ചർച്ച് എന്നാണ്. സഭയോട് കൂടെ നിന്നുകൊണ്ട്, കുടുംബത്തോട് കൂടെ നിന്നുകൊണ്ട് വ്യക്തിജീവിതത്തെ, സമൂഹ ജീവിതത്തെ കുറേയും കൂടെ മധുരമാക്കി തീർക്കുന്നതും സന്തോഷകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വക്താവായി തീരുന്നതും ധാർമ്മിക മൂല്യങ്ങളുടെ വ്യക്തിത്വമായിട്ടുമായി തീരുന്നതുമുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ 4 സികൾ കൂടി ചേരുമ്പോൾ ഒരു വ്യക്തിയുടെ യഥാർത്ഥ റിപ്പൻറ്റൻസ്, മനസ്താപം, പശ്ചാത്താപം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത് തന്നെയാണ് സ്നാപക യോഹന്നാൻ എന്ന സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും. ഇനി ഈ 4 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ മേഖലയിൽ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൽ 2 കാര്യങ്ങൾ വരെ. ഒന്ന് സ്പിരിച്വൽ ഡേഞ്ചേഴ്സ്, ആത്മീയ തടസ്സങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാം. മറ്റൊന്ന് ഇത് നമ്മുടെ സകല സാധ്യതകളെയും, ദൈവകൃപ നമ്മിലേക്ക് വർഷിക്കാനുള്ള, ദൈവാഭിഷേകം നമ്മിലേക്ക് വർഷിക്കാനുള്ള സകല സാധ്യതകളെയും ഇത് തള്ളിക്കളയാം. അപ്പോൾ ഈ 2 കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ള വ്യക്തി ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ കൂടുതൽ തീക്ഷ്ണതയോടെ തന്നെ നവീകരിക്കേണ്ടതും വിശദീകരിക്കേണ്ടതും അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതങ്ങളെ, ഹൃദയങ്ങളെ, സമൂഹ ജീവിതത്തെ, കുടുംബജീവിതത്തെ, ഇടവക ജീവിതത്തെ, സഭ കൂട്ടായ്മ ജീവിതത്തെ നവീകരിക്കുവാനും വിശദീകരിക്കുവാനും നേർമയുള്ള, നന്മയുള്ള ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.